ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നന്ദു വരുന്നത് നോക്കിയാണെന്ന് തോന്നുന്നു അനി ബാൽക്കണി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ സമയത്തൊരു ഓട്ടോ വന്ന് നിൽക്കുന്നതിനകത്തുനിന്ന് ഗോവിന്ദനും കനകയും നന്ദു ഇറങ്ങുന്നുണ്ട്. നന്ദു ഇറങ്ങിയത് കാണുമ്പോൾ അനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എന്നിട്ട് അനി നന്ദുവിനെ നോക്കി ചിരിക്കുന്നുണ്ട്. നന്ദുവും അനിയെ നോക്കി ചിരിക്കും. ആ സന്തോഷത്തിലാണ് അനി തിരിഞ്ഞു വരുന്നത്. തിരിഞ്ഞു വരുന്ന നോക്കുമ്പോൾ അനിയും നന്ദു നോക്കി ചിരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന അനാമിയെ കാണുന്നത്. നന്ദു വരത്തില്ലെന്ന് ഓർത്താണ് അനാമിക ഇരുന്നത്. പക്ഷേ നന്ദു വന്നത് കാണുമ്പോഴത്തേന് അനാമികയുടെ കൺട്രോൾ പോകുന്നുണ്ട്. അനാമികയ്ക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. അന്നേരം അനിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സമാധാനമായല്ലോ, അവൾ വന്ന് കണ്ടപ്പോഴത്തേന് നിനക്ക് സന്തോഷമായല്ലോ എന്ന്. ഞാനെന്ത് ചെയ്യാനാ, അവരുടെ ചേച്ചിയുടെ ഫംഗ്ഷന് വേണ്ടി നന്ദു പിന്നെ വരണ്ടേ? അതുതന്നെയല്ല, മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും വിളിച്ചതല്ലേ, അപ്പം നന്ദു വരും, നന്ദു ഈ വീട്ടിലെ ഫംഗ്ഷൻ പങ്കെടുക്കുകയും ചെയ്യും. അതിന് നിനക്കെന്താണെന്ന് ചോദിക്കും. അവൾ വരുമെന്ന് എനിക്കറിയാടാ, അവൾ ഈ ഫംഗ്ഷന് പങ്കെടുക്കാനൊന്നും വരുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ നിന്നെ കാണാനായിട്ടും സംസാരിക്കാനൊക്കെ ആയിട്ട് മാത്രം അവൾ വരുന്നെന്ന് പറയും. എൻ്റെ ഒരു ഗതികേട്, വേറൊരുത്തിയെ മനസ്സിലിട്ട് സ്നേഹിക്കുന്ന ഒരുത്തൻ്റെ കൂടെ ജീവിക്കേണ്ടി വന്നല്ലോ എന്ന് അനാമിക പറയുന്നത് കേൾക്കുമ്പോഴത്തേന് അനി പറയുന്നുണ്ട്, നീ അത്ര ബുദ്ധിമുട്ടിയൊന്നും ഇവിടെ കഴിയണമെന്ന് ഞാൻ പറയുന്നില്ല, നിനക്ക് നിൻ്റെ വീട്ടിൽ പോകാമെന്ന്. അങ്ങനെ ഞാൻ നിൻ്റെ വീട്ടിലോട്ട് പോകത്തില്ല, നിന്നെ അവളെ ഞാൻ ജീവിക്കാൻ അനുവദിക്കത്തുമില്ലെന്ന് അനാമികയും പറയും. എന്നാലും അവൾ വരത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്, അവളോട് ഇവിടെ കയറിപ്പോയേക്കരുതെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. എന്നിട്ട് നാണം കെട്ടവൾ വന്നിരിക്കുന്നു, അവളുടെ അച്ഛനും അമ്മയും അവളെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടും. അന്നേരത്തേന് അനി പറയുന്നുണ്ട്, ഈ വീട്ടിൽ എല്ലാവരെക്കാട്ടിലും അവകാശവും അധികാരവും ഇനി മുതൽ നയനേടത്തിക്കായിരിക്കും. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാനും മുത്തശ്ശനും ആദർശേട്ടനും അച്ഛനും വലിയച്ഛനും എല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് നയനേടത്തിയെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഇനി ഇവിടെ ആരും ചെയ്യാനേ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നന്ദു വരണമെന്നാണ് നയനേടത്തിയുടെ ആഗ്രഹമെങ്കിൽ അത് സാധിച്ചു കൊടുക്കുക തന്നെ ഞങ്ങൾ ചെയ്യുമെന്ന് പറയും. കനകയും ഗോവിന്ദനും നന്ദുവും കൂടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പക്ഷേ അവർക്ക് അത്ര മുഖമൊന്നും സന്തോഷകരമല്ല. ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ അവർക്ക് ആഗ്രഹമില്ലാത്ത പരുവത്തിലാണ് കയറി ചെല്ലുന്നത്. ഇവർ ചെല്ലുന്ന കാരണം ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ടെൻഷൻ എല്ലാവരുടെയും മുഖത്തുണ്ട്. ആ സമയത്താണ് നവ്യ ഇറങ്ങി വരുന്നത്. നവിക്ക് അമ്മയും അച്ഛനെയൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. നവ്യ ഓടി വന്ന് കനകയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. അന്നേരം നയന ആ സമയത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. നയനയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. നയനയോട് മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ കനകയൊക്കെ വിശേഷമൊക്കെ തിരക്കുന്നുണ്ട്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ദേവയാനി അങ്ങോട്ട് വരും. ദേവയാനിക്ക് ഇവരെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെ മുഖത്തത് പ്രകടിപ്പിക്കാതെ വന്ന് കസേരയിൽ അങ്ങിയിരിക്കും. അന്നേരം ഇവരെല്ലാവരും എന്ത് ചോദിക്കണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കണം. അപ്പം കനക ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് ദേവയാനി എന്ന്. ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു, ഏതോ നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടി എനിക്ക് കരൾ തന്ന കാരണം ഞാൻ അങ്ങനെ ജീവിച്ചു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവരെല്ലാം പരസ്പരമൊക്കെ നോക്കുന്നുണ്ട്. ഇവർ നോക്കുന്നതൊക്കെ ചെറിയ ചിരിയോടെ ദേവയാനി കണ്ട് രസിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവർ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനൊന്നും ഇല്ലാതെ ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കുക എല്ലാവരും. ആ സമയത്ത് അപ്പം നയന ഉടനെ പറയും, ഈ പലഹാരമെല്ലാം ഉണ്ടാക്കിയത് ഇന്നത്തെ ഫംഗ്ഷന് വേണ്ടി അമ്മയാണെന്ന് പറയും. ആണോ എന്ന് ചോദിക്കും. എനിക്ക് ആരെയും അങ്ങനെ വിശ്വാസമൊന്നുമില്ല ഇപ്പോൾ അടുക്കള കയറ്റുന്ന കാര്യത്തിലെന്ന് ദേവയാനി പറയും. അതെന്താ അങ്ങനെയെന്ന് ചോദിക്കും. പറയും, അല്ല, അടുക്കള കാച്ചി വെച്ചിരുന്ന പാല് കുടിച്ചാണല്ലോ ഞാൻ വയ്യാതായത്, അതുകൊണ്ട് ഇനി മുതൽ ആരെയും ഞാൻ അടുക്കള കയറ്റത്തില്ല, എനിക്ക് ആരെയും വിശ്വാസമില്ല എന്ന് പറയും. ഉടനെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, ആരെയും വിശ്വാസമില്ലേ എന്ന്. ഇല്ല, ആരെയും വിശ്വാസമില്ല, പ്രത്യേകിച്ചും എൻ്റെ മരുമോളെ എനിക്ക് ഒട്ടും വിശ്വാസമില്ലെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് നയനയ്ക്കും നവിക്കും അവർക്ക് എല്ലാവർക്കും അങ്ങ് സങ്കടം വരുന്നുണ്ട്. പക്ഷേ ദേവയാനി ഒന്നും വല്ലാത്ത പരുവത്തിൽ എഴുന്നേറ്റ് പറയും, ഇനി എല്ലാവരും വന്നതല്ലേ ഉള്ളൂ, എന്നാൽ ഇരിക്ക്, എല്ലാവർക്കും ഉള്ള കുടിക്കാൻ എന്തെങ്കിലും ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങ് പോകും. ഗോവിന്ദൻ അപ്പോൾ നയനയോട് ചോദിക്കുന്നുണ്ട്, മോളെ, ആദർശമോൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും മോളോട് ദേഷ്യമല്ലേ എന്ന് ചോദിക്കും. അപ്പം നയന പറയും, അമ്മയുടെ സ്വഭാവം എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് പിടി കിട്ടുന്നില്ല. അമ്മ ഇപ്പോൾ എന്നെക്കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കാറില്ല, എൻ്റെ ആഗ്രഹമൊക്കെ അനുസരിച്ച് എല്ലാം ചെയ്തു തരുന്നുമുണ്ട്, എന്നാൽ ഒരു സ്നേഹമായിട്ട് പ്രകടിപ്പിക്കുന്നുമില്ല, അതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയും. കനക ഇപ്പോൾ നയനയോടും നവിയോടുമായിട്ട് ചോദിക്കുന്നുണ്ട്, അഭിമോൻ എന്ത് ചെയ്യുന്നു. അപ്പോൾ നവ്യ പറയും, അവൻ ഇന്ന് എങ്ങോട്ടും പോകാൻ പറ്റാത്തത് കാരണം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, എന്നാലും ഒരു സ്നേഹമൊന്നുമില്ല, അവൻ ഈ ഫംഗ്ഷൻ നടക്കുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല എന്ന്. ആ സമയത്തൊക്കെ നന്ദു ഇങ്ങനെ നോക്കുന്നുണ്ട്, അനി എന്താ താഴോട്ടിറങ്ങി വരാത്തെ, ഇവിടെ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെയുള്ള പരുവത്തിൽ ഇങ്ങനെ നോക്കി 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 നിൽക്കുകയാണ്. എല്ലാം ശരിയാകും മോളെ, അവൻ നിന്നെ സ്നേഹിച്ചൊക്കെ തുടങ്ങിക്കോളും
ഉള്ളൂ എന്നൊക്കെ നവിയോട് കനക പറയും. ഓ, അത് ആദർശേട്ടനെ പോലെ ഒന്നും അല്ല അഭി, എൻ്റെ സെലക്ഷൻ എന്തായാലും മോശമായിപ്പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാന്നൊക്കെ നവി അങ്ങ് സങ്കടപ്പെടുന്നുണ്ട്. വേണുവിന് ചായയുമായിട്ട് വരുന്ന രേവതിയാണ് പിന്നീട് കാണിക്കുന്നത്. വേണുവിൻ്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കും രേവതി പറയും, എന്തായാലും ആ പെണ്ണ് അങ്ങോട്ട് ഫംഗ്ഷന് വരാതിരുന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പിന്നെ പല പ്രശ്നങ്ങളും നമ്മുടെ മോൾ അവിടെ നടത്തും. എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കറിയാം. അവൾ വരത്തില്ലായിരിക്കും, മോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവളോട് വരരുതെന്നൊക്കെ പറഞ്ഞെന്ന് പറയും. അവൾ വരത്തില്ലായിരിക്കുമെന്ന് വേണുവും പറയും. ആ സമയത്താണ് അനാമികയെ വിളിക്കുന്നത്. ഉടനെ രേവതി ഫോൺ എടുത്തിട്ട്, മോളെ എങ്ങനെ അവൾ വന്നില്ലല്ലോ അല്ലേന്ന് ചോദിക്കും. വന്നില്ലെന്ന് പറയും. വന്നില്ലെന്നുടനെ വേണുവിനോട് രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വേണു പറയും, ഇങ്ങനെ തന്നെ ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ മേടിച്ച് സംസാരിക്കുമ്പോൾ, മോളെ ഞാൻ പറഞ്ഞില്ലേ മോള് തന്നെ അവളെ ഭീഷണിപ്പെടുത്തിയാൽ മതിയെന്ന്, ഇപ്പം മോളുടെ ഭീഷണി ഏറ്റില്ലേ, അവൾ വന്നില്ലല്ലോ എന്ന് പറയും. ഉടനെ അനാമിക ചോദിക്കും, അതിന് അച്ഛൻ അവളെ ഒന്നും ചെയ്തൊന്നും ഇല്ലല്ലോ, അവളോട് വരരുതെന്ന് ഉടകളെ വിട്ടോ വല്ലതും ചെയ്യിപ്പിച്ചോ, അല്ലാതെ വെറുതെ എൻ്റെ കാശ് കളയാനായിട്ട് അച്ഛൻ ഓരോന്ന് ചെയ്യുന്നു അല്ലാതെ എന്തെങ്കിലും ചെയ്തായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുടനെ വേണു ചോദിക്കുക, അതെന്താ മോൾ അങ്ങനെ പറഞ്ഞെന്ന്. അവൾ വന്നിട്ടുണ്ട് അവിടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ എന്ന് പറയും. അവൾ വന്നോന്ന് ചോദിക്കും. പിന്നല്ലാതെ അവൾ അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വരികയും ചെയ്ത് അവർ മകളെ കൊണ്ടുവരികയും ചെയ്ത്, ആ നയനെ ആയിരിക്കും അവളെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അനാമിക അങ്ങ് ഫോൺ വെക്കും. ഉടനെ രേവതി പറയുന്നുണ്ട്, ദൈവമേ ഇനി ആ കൊച്ച് എല്ലാവർക്കും വല്ല വിഷവും കലക്കി കൊടുക്കുമോയെന്ന് ആർക്കറിയാം എന്ന് പറയുമ്പോഴത്തേന് വേണു പറയും, അവൾ ഇതല്ല ഇതിൻ്റെ അപ്പുറവും ചെയ്യും, അതൊക്കെ പക്ഷേ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യണം, ഇതിപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പണി മുഴുവൻ നമുക്കേ വരത്തുള്ളൂ, ഇവളിങ്ങനെ പ്രശ്നക്കാരിയായിട്ട് നിന്നാൽ നമ്മുടെ ഒരു കടവും വീടത്തുമില്ല, ഒന്നുമില്ലാതെ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരേണ്ട ഗതികേടും വരുമായിരിക്കുമെന്ന് വേണു പറയുന്നുണ്ട്. പിന്നെ പറയും, എന്തായാലും അവൾ ഇങ്ങോട്ടെങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വയം കത്തേണ്ടി വരികയില്ല, പലിശക്കാരെല്ലാം കൂടെ നമ്മളെ കൂട്ടിയിട്ട് കത്തിക്കുമെന്ന് പറയും. അതൊക്കെ കേൾക്കുമ്പോൾ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് രേവതി. ജലജ ആവശ്യത്തിന് ഏഷണി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജാനകിയോട്. ഇപ്പോൾ ഏട്ടത്തിക്ക് വന്ന മാറ്റമാണ് സഹിക്കാൻ പറ്റാത്തത്. ഇന്നത്തെ ഫംഗ്ഷന് വേണ്ടിയുള്ള എല്ലാ പലഹാരങ്ങളും ഏട്ടത്തി ഒറ്റയ്ക്കല്ലേ ഉണ്ടാക്കിയത്, നേരത്തെ ഗോവിന്ദനും കുടുംബമൊന്നും ഇങ്ങോട്ട് വരുന്നത് പോലും ഏട്ടത്തിക്ക് ഇഷ്ടമില്ലായിരുന്നു, എന്നിട്ടിപ്പോൾ അതെല്ലാം ഏറ്റെടുത്തങ്ങ് ചെയ്യുക, ഇവർക്ക് എന്താ പറ്റിയെന്ന് ആർക്കറിയാമെന്നൊക്കെ പറയും. അന്നേരം ജാനകിയും പറയുന്നുണ്ട്, ശരിയാ അവർക്ക് എന്താ പറ്റിയെന്ന് അറിയത്തില്ല, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ സ്വഭാവം എന്ന് പറയും. എന്തായാലും നിൻ്റെ മരുമകളുടെ കാര്യത്തിൽ ഇച്ചിരി പരിങ്ങലില്ല കാര്യങ്ങളൊക്കെ, ഏട്ടത്തിയുടെ മകനെ സന്തോഷിപ്പിക്കാനായിട്ട് മരുമോളെ അംഗീകരിച്ചില്ലേ, ഇനി അതുപോലെ തന്നെ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി നിൻ്റെ മരുമോളെ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വന്നാൽ പറഞ്ഞു വിട്ടിട്ടാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ സന്തോഷകരമാക്കി നിർത്താൻ ഏട്ടത്തി നോക്കുമെന്നാണ് തോന്നുന്നെന്ന് പറയും. അതൊക്കെ കേട്ടോണ്ടാണ് അനാമിക അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അനാമിക പറയും, ഞാനും അതാ ഓർക്കുന്നത്, ഞാനിനി ഇവിടെ നിൽക്കേണ്ടി വരുമോ അതോ പോകേണ്ടി വരുമോ എന്നാണ് എൻ്റെ സംശയം എന്ന് പറയും. അപ്പോൾ ജാനകി പറയും, മോള് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്ക് ഈ പ്രോഗ്രാം കലക്കുക തന്നെ ചെയ്യണമെന്നൊക്കെ പറയും. ഇവിടെ ആണെങ്കിൽ അനാമികയോട് അനിക്കൊരു സ്നേഹം പോലുമില്ല, അപ്പോൾ പിന്നെ അവളുടെ നിലനിൽപ്പ് പരിങ്ങലിൽ തന്നെയാണ്. അതുകൊണ്ട് ജാനകി ഒന്ന് ശ്രദ്ധിച്ചോ, നിങ്ങളുടെ നിലനിൽപ്പ് ഇച്ചിരി പരിങ്ങലിലാണെന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങ് കയറിപ്പോവും. നമുക്ക് ഈ പ്രോഗ്രാം കലക്കണമെന്ന് അനാമിക ജാനകിയോട് പറയുന്നുണ്ട്. ജാനകി പറയും, ശരി അമ്മോളെ, ഞാനും അങ്ങനെ ഒന്നും ചിന്തിക്കാതിരുന്നിട്ടില്ല എന്ന്. ദേവയാനി പലഹാരങ്ങളെല്ലാം പാക്ക് ചെയ്യുകയാണ്. ആ സമയത്ത് നയനെ അങ്ങോട്ട് ചെല്ലും. അമ്മേ ഞാനിവിടെ സഹായിക്കാം അമ്മേ എന്ന് പറയുമ്പോഴത്തേന് ദേവയാനി പറയും, വേണ്ട, ആരും എന്നെ സഹായിക്കുകയൊന്നും വേണ്ട, നിൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടല്ലോ, അവിടെ പോയിരുന്ന് സംസാരിച്ചോളാൻ, അതിനെന്നാ അമ്മേ, ഇത് അവർക്ക് അറിയത്തില്ലാത്ത വീടൊന്നും അല്ലല്ലോ, അതുകൊണ്ട് അവരവിടെ ഇരുന്നോളും, ഞാൻ അമ്മയെ സഹായിക്കാമെന്ന് പറയും. വേണ്ട, നിന്നെ ഇനിയും പണിയെടുപ്പിച്ചെന്ന് പറഞ്ഞ് ഇവിടെ ആരും എന്നെ ഒന്നും പറയണ്ടെന്ന് പറയും, നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ലെന്ന് പറയും. അമ്മ ഇങ്ങനെ എന്നെ ഇതുപോലെ അകറ്റി നിർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പൊക്കോളാന്ന് പറയും. ഇത് പറഞ്ഞു തന്നെയാണ് നീ എപ്പോഴും എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്, എല്ലാവരും കൂടി എന്നെ വെറുക്കണം, എൻ്റെ മകൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം നീ ആയിട്ട് കെടുത്തി കളയുമല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേന് നയന പറയും, അമ്മയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല, അത് കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് പറയും. അല്ല, നീ എന്ത് പറഞ്ഞാലും നിൻ്റെ വീട്ടിൽ പോകും എന്ന് പറഞ്ഞ് നീ എന്നെ അങ്ങ് ഭീഷണിപ്പെടുത്തുകയാണല്ലോ എന്ന് പറയും.
എന്നാൽ പിന്നെ നീ നിൻ്റെ വീട്ടിലോട്ടൊന്ന് പോയി കാണിക്കുന്ന നയനയോട് ദേവയാനി പറയുന്നുണ്ട്. ഉടനെ നയന പറയും, അങ്ങനെ ഞാൻ പോകത്തില്ല, എൻ്റെ അമ്മായിയമ്മയാണ് എന്നെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നത്, അത് കാരണം ഞാൻ ഇനി എൻ്റെ അമ്മായിയമ്മ എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടാൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറയും. ഞാനവിടെ കൊണ്ട് വിടുമെന്ന് നീ അങ്ങനെ വിചാരിക്കണ്ട എന്ന് പറയുന്നുണ്ട് ദേവയാനി. അല്ലെങ്കിൽ ഞാൻ ആദർശേട്ടനെയും അമ്മയും അച്ഛനെയും മുത്തച്ഛനെയും മുത്തശ്ശിയും ഒന്നും വിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തേ ഇല്ല, ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞ് നയനെ അങ്ങ് പോകും. എന്നിട്ട് ഇച്ചിരി ചെന്നിട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട് ദേവയാനിയെ. അപ്പോൾ ദേവയാനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കിയിരിക്കുകയായിരുന്നു. നയനെ നോക്കുന്ന കാണുന്ന ഉടനെ ചിരി അങ്ങ് മായ്ക്കും. എന്നിട്ട് ചോദിക്കും, എന്താ നോക്കുന്നത്? ഒന്നുമില്ല, ചുമ്മാ നോക്കിയതേ ഉള്ളെന്ന് പറഞ്ഞു. ഗോവിന്ദനും കനകയും എല്ലാവരും വന്ന് ഹാളിൽ നിൽപ്പുണ്ട്, മുത്തശ്ശിയും ഒക്കെ ഉണ്ട്. അന്നേരം കുട്ടികൾ എന്ത് ചെയ്യുക, ഇതുവരെ വന്നില്ലല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോഴത്തേന് നവ്യ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ജയൻ പറയും, ഓ ഇന്ന് നവ്യമോള് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നവ്യയ്ക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. ദേവയാനിയൊക്കെ ഇരിപ്പുണ്ട്, ദേവയാനിക്കും സന്തോഷമാണ് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും. ആദർശേട്ടൻ മേടിച്ചു കൊടുത്ത സാരി ആയതെന്ന് നയനെ ഉടനെ അച്ഛനോടും അമ്മയോടുമായിട്ട് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് എല്ലാവരും പറയും, വളരെ നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറയുന്ന ഉടനെ നവ്യ പറയും, ഇങ്ങനൊരു ഫംഗ്ഷൻ ആയിട്ട് പോലും എനിക്കൊരു സാരി മേടിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് ജലജയുടെ മുഖത്തേക്കോട്ട് നോക്കുന്നുണ്ട്. ജലജയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. ജലജ ഉടനെ പറയും, എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായ ഉടനെ എൻ്റെ മകനെ നീ താത്തി കെട്ടാനായിട്ട് നോക്കിക്കോണം കേട്ടോ എന്ന് പറയും. ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്തിനാ അതിന് നവ്യമോളോട് ദേഷ്യപ്പെടുന്നത്? ഇങ്ങനൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മോളെ ഒന്ന് പുറത്ത് കൊണ്ടുപോവുകയും മോൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് അവൻ്റെ കടമയല്ലേ? എന്നിട്ട് അവൻ അത് ചെയ്യാതിരിക്കുന്നതും പോരാഞ്ഞിട്ട് നീ എന്തിനാ മോളെ വഴക്ക് പറയുന്നു? അവൻ എന്ത് ചെയ്യുന്നു മുത്തശ്ശി ചോദിക്കുമ്പോഴത്തേന് നവ്യ പറയും, ഇങ്ങനൊരു ഫംഗ്ഷൻ ആയതുകൊണ്ടും ആരെങ്കിലും വഴക്ക് പറഞ്ഞാലോ എന്ന് പേടിച്ചായിരിക്കും അവനിപ്പോൾ ഉണ്ട് വീട്ടിൽ, പക്ഷേ ഇത്രയും നേരമായിട്ട് എഴുന്നേറ്റില്ലായിരുന്നു, ഇപ്പോൾ എഴുന്നേറ്റ് കുളിക്കാൻ തുടങ്ങിയതേ ഉള്ളെന്ന് പറയും. മുത്തശ്ശി ഉടനെ ജലജോടി ഇരിക്കുന്നുണ്ട്, നിൻ്റെ മകൻ എന്താ ഗോവിന്ദനോടും കനകയോടും വന്ന് സംസാരിക്കാത്തത്? അവന് താഴോട്ടിറങ്ങി വന്ന് ഇവരോടായിട്ടൊക്കെ ഒരു വാക്ക് സംസാരിച്ചിട്ട് പോയാൽ എന്തായിരുന്നു ചോദിക്കും. അവരിവിടെ തന്നെ ഉള്ളവരല്ലേ, പിന്നെ പ്രത്യേകിച്ച് സംസാരിക്കാനിരിക്കുന്നത് വല്ല VIP കളൊന്നും അല്ലല്ലോ വന്നെന്ന് ജലജ ഇവരെ അങ്ങ് താത്തിക്കെട്ടി സംസാരിക്കുന്നുണ്ട്. കനകയ്ക്കും ഗോവിന്ദനും അങ്ങ് എന്തോ സങ്കടം തോന്നുന്നൊക്കെ ഉണ്ട് അത് കേൾക്കുമ്പോൾ. ദേവയാനി ഉടനെ ജലജയോട് പറയും, എല്ലാവർക്കും ഉള്ള ജ്യൂസ് ജലജ പോയി എടുത്തുകൊണ്ട് വരാൻ. ഉടനെ അത് കേൾക്കുമ്പോഴത്തേന് ജലജയ്ക്ക് ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് ജാനകിയോട് പറയും, നീയൂടെ വാ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരുടെ ഒരു ചിരിയൊക്കെ ചിരിച്ചു പോന്നു. എന്തോ ഒരു കോളപ്പിക്കാനുള്ള പോക്കാണെന്ന് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാകും. ആ സമയത്ത് അഭി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ജയനും അജയനും ഒക്കെ അഭിയെ വഴക്ക് പറയുകയും ചെയ്യും. നീ എന്താ ഇത്ര നേരമായിട്ട് താഴോട്ടിറങ്ങി വരാഞ്ഞത്? നിൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയൊക്കെ അല്ലേ വന്നിരിക്കുന്നത്, അവരോട് നിനക്ക് രണ്ട് വാക്ക് സംസാരിച്ചാൽ എന്നാന്നൊക്കെ ചോദിക്കും. അപ്പത്തേന് മനസ്സിൽ ഓർക്കുന്നുണ്ട് അഭി, പിന്നെ മകളെ തന്നതിന് താങ്ക്സ് ഉണ്ടെന്ന് പറയണമായിരിക്കും, അല്ലാതെ ഞാൻ എന്നാ പറയാനാ ഇവരോടൊക്കെ എന്ന് ചോദിച്ച് ഇവർക്ക് മുഖം കൊടുക്കാതെ അങ്ങ് നിൽക്കുന്നുണ്ട്. ഞാൻ കുളിക്കുകയായിരുന്നു അമ്മാവ, അത് കാരണമാ എന്നൊക്കെ പറഞ്ഞ് അഭി അങ്ങ് തടിതപ്പം. എന്നാൽ നിങ്ങൾ ഇരിക്കെന്ന് പറഞ്ഞ് അഭിയെയും നവിയെയും പിടിച്ചിരുത്തുന്നുണ്ട്. ആ സമയത്താണ് അനാമികയും അനി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അനി ഇറങ്ങി വരുന്ന കാണുമ്പോഴത്തേന് നന്ദുവിന് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. നന്ദുവിനെ കാണുമ്പോൾ അനിയും സന്തോഷത്തോടെയാണ് ഇറങ്ങി വരുന്നത്. വന്ന് എല്ലാവരുടെയും കൂടെ നിന്ന് കഴിയുമ്പോഴത്തേന് അനിയെ നോക്കി നന്ദു നല്ലൊരു ചിരിയിരിക്കുന്നുണ്ട്. അപ്പം അനി അതുപോലെ തന്നെ സന്തോഷത്തോടെയാണ് നന്ദുവിനെ നോക്കി ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരും നോക്കി ചിരിക്കുന്നത് കലിപ്പോടെ നോക്കി നിൽക്കുകയാണ് അനാമിക. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.